ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് റൈറ്റ് എ പൈത്തൺ പ്രോഗ്രാം ടു ചെക്ക് വെദർ ദ ഗിവൺ ഇയർ ഈസ് എ ലീപ്പ് ഇയർ ഓർ നോട്ട്. ഓക്കെ, ലീപ്പ് ഇയർ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ വരുന്നത് എന്താ, 4 വർഷം കൂടുമ്പോഴേക്കും 366 ഡേയ്സ് വരുന്നത് അല്ലേ. 366 ഡേയ്സ് വരുന്ന ഒരു ഇയറിനെയാണ് നമ്മൾ ലീപ്പ് ഇയർ എന്ന് പറയുന്നത്. സോ വിത്തിൻ 4 ഇയേഴ്സ് ആയിരിക്കും അതിൻ്റെ ഒരു പീരീഡ് എന്ന് പറയുന്നത്. 4 വർഷം കൂടുമ്പോഴായിരിക്കും നെക്സ്റ്റ് ഒരു ലീപ്പ് ഇയർ ഒക്കെ അറിയുന്നത് അല്ലേ. ഇതൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പം 4 വർഷം കൂടുമ്പം ഉണ്ടാവുന്ന ഇപ്പോൾ 2000 എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതൊരു ലീപ്പ് ഇയറിന് എക്സാമ്പിളാണ്. ആ ലീപ്പ് ഇയർ ഉണ്ടായിക്കഴിഞ്ഞ് എഗെയിൻ ഒരു 4 ഇയേഴ്സ് കഴിയുമ്പോഴായിരിക്കും നെക്സ്റ്റ് ലീപ്പ് ഇയർ ഉണ്ടാവുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതിനേക്കാളും മുന്നേ 1996 വേറൊരു ലീപ്പ് ഇയർ ഉണ്ടായിട്ടുണ്ടാവുക. ഞാൻ ചുമ്മാ 2000 ഒരു ബേസായിട്ട് എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് 2008 എന്ത് വരും, ഇതൊക്കെ ലീപ്പ് ഇയേഴ്സിന് എക്സാമ്പിളാണ്. ഓക്കെ, ഇത് ലീപ്പ് ഇയറിന് എക്സാമ്പിളാണ്. ഇതും എന്തിന് എക്സാമ്പിളാണ്, ലീപ്പ് ഇയറിന് എക്സാമ്പിളാണ്. പക്ഷേ ഈ എഴുതിയേക്കുന്ന ഇയേഴ്സ് ഒന്നും എന്തിന് എക്സാമ്പിളല്ല, ലീപ്പ് ഇയറിന് എക്സാമ്പിളല്ല. ദീസ് ആർ നോട്ട് ലീപ്പ് ഇയേഴ്സ്. ഓക്കെ, ദീസ് ആർ നോട്ട് ലീപ്പ് ഇയേഴ്സ്. പക്ഷേ ഇത് ലീപ്പ് ഇയറിൻ്റെ സെറ്റാണ്, ഇത് ലീപ്പ് ഇയറിൻ്റെ സെറ്റാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഡേറ്റ അനലൈസ് ചെയ്യുവാണെങ്കിൽ ഒരു ഇയർ തന്നു കഴിഞ്ഞാൽ അത് ലീപ്പ് ഇയർ ആണോ അല്ലയോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തായിരിക്കും മനസ്സിലാദ്യം വരിക, 4 ഇയേഴ്സിലാണ് ലീപ്പ് ഇയർ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഡിവിസിബിൾ ബൈ 4 ആയിട്ടുള്ള എല്ലാ ഇയറും ലീപ്പ് ഇയർ ആവണ്ടേ? അപ്പോൾ ഇവിടെ നോക്കിക്കേ, 1900 ഡിവിസിബിൾ ബൈ 4 ആണോ? ആണല്ലോ. നോക്ക്, 4 4s are 16, പിന്നെ 3 ഉണ്ട്. സോ 7 4s are 28, then 25 അല്ലേ, 5 4s are 20. അപ്പോൾ നോക്ക്, നമുക്ക് 1900 എന്ന് പറഞ്ഞിട്ടുള്ള ഇയർ എന്താണ്, ഡിവിസിബിൾ ബൈ 4 ആണ്. കാര്യം ഇവിടുത്തെ റിമൈൻഡർ എന്താണ്, 0 ആണ് അല്ലേ. അപ്പോൾ നമ്മൾ 1900 മോഡ് 4 ചെയ്യുമ്പോഴേക്കും ഇറ്റ്സ് പെർഫെക്റ്റ്ലി ഡിവിസിബിൾ ബൈ 4 അല്ലേ. അപ്പോൾ ഇവിടുത്തെ റിമൈൻഡർ എന്താണ്, 0 ആണ്. വാട്ട് ഡസ് ദാറ്റ് മീൻ? എല്ലാ 4 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഇയേഴ്സും എന്തല്ല ലീപ്പ് ഇയർ അല്ല. അതായത് ഡിവിസിബിലിറ്റി ബൈ 4 മാത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരിക്കലും അതിനെ ലീപ്പ് ഇയർ ആണോ എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, ഈ ഒരു കോണ്ടെക്സ്റ്റ് നോക്കിക്കേ. ഇവിടെ നമ്മളെന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് 400ൻ്റെ ഡിവിസിബിലിറ്റിയിൽ വരുന്ന വാല്യൂസാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ, 2000 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 400 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കാം. 400 വെച്ച് ഡിവൈഡ് ചെയ്യാം. സോ 2 zeros പോവും. പിന്നെ 5 4s are 20, സോ 5. സോ നമ്മുടെ ആൻസർ എന്താണ്, 5 കിട്ടും. ഇവിടെ റിമൈൻഡർ ഒന്നും ഉണ്ടാവുന്നില്ല. സോ 2000 മോഡ് 400 ചെയ്യുമ്പം നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ് 0 ആണ് നമ്മുടെ റിമൈൻഡർ അല്ലേ. 2000 മോഡ് 400 എന്ന് പറഞ്ഞ ആൻസർ ഈസ് ഈക്വലൻ ടു വാട്ട്, 0. ദാറ്റ് ഈസ് 2000 ഈസ് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 400. ഓക്കെ, ഇനി 24,000 എടുത്ത് നോക്കാം. 24,000 എന്തിന് എക്സാമ്പിളാണ്, ലീപ്പ് ഇയറിന് എക്സാമ്പിളാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ 6 4s are 24 അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഇവിടെ നമുക്ക് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് റിമൈൻഡർ ഒന്നും ഉണ്ടായിട്ടില്ല. സോ വാട്ട് ഡസ് ദാറ്റ് മീൻ? ഈ 2 നമ്പറും ഉറപ്പായിട്ട് ഏതാണ്, ലീപ്പ് ഇയർ ആണ്. ഓക്കെ, അപ്പോൾ ഒരു ഇയർ തരുവാണെങ്കിൽ അത് ലീപ്പ് ഇയർ ആണോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റ ബ്ലൈൻഡായിട്ട് നമുക്ക് എന്ത് പറയാം, 400 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഇയർ ആണെങ്കിൽ, സേ നമുക്ക് ഇയർ മോഡ് 400 ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ ഡെഫിനറ്റായിട്ടും പക്കയായിട്ട് നമുക്ക് പറയാം ഗിവൺ ഇയർ ഈസ് എ ലീപ്പ് ഇയർ എന്ന് പറയാം. കുഴപ്പമില്ലല്ലോ. അപ്പോൾ 400 എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഷുവർ ചോയ്സ് ആണ് അല്ലേ. സോ 400 ഡെഫിനറ്റായിട്ടും നമുക്ക് ആൻസർ ചെക്ക് ചെയ്യാനുള്ള വൺ ഓഫ് ദ വേസ് ആണ്. ഇനി നോക്കിക്കേ, ബാക്കി ഈ ഒരു 1 2 3 ഈ 3 കോണ്ടെക്സ്റ്റുകളിലും ഡിവിസിബിലിറ്റി ബൈ 4 ചെയ്യുന്ന ആൾക്കാരാണ്. ഈ 3 നമ്പേഴ്സിനെ നമുക്ക് 4 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് റിമൈൻഡർ ഒന്നും വരുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് വെറും 4 വെച്ച് മാത്രം ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ ഒരു ലീപ്പ് ഇയർ എന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, ഇൻ കേസ് നമ്മൾ 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പം നമ്പേഴ്സ് കിട്ടുന്നതുകൊണ്ട് ഡിവിസിബിലിറ്റി ബൈ 4 ഡെഫിനറ്റായിട്ടും നമുക്ക് യൂസ് ചെയ്യാം. ദാറ്റ് ഈസ് ഇയർ മോഡ് 4 ചെയ്യുമ്പം റിമൈൻഡർ 0 ആണെന്നുണ്ടെങ്കിൽ വാട്ട് ഇസ് ദാറ്റ് മീൻ, അതൊരു ലീപ്പ് ഇയർ ആണെന്ന് പറയാം, പ്രൊവൈഡഡ്. ഇവിടെ നോക്കിക്കേ, ഈ നമ്പേഴ്സ് എല്ലാം എന്താണ്, ഡിവിസിബിൾ ബൈ 4 ആണ്. പക്ഷേ ഇത് നമ്മൾ ലീപ്പ് ഇയറിൻ്റെ കാറ്റഗറിയിൽ വരുന്ന നമ്പേഴ്സ് ആണോ? അല്ല. ഇയേഴ്സ് ആണോ? അല്ല. അപ്പോൾ ഇവർ തമ്മിലുള്ള വ്യത്യാസം അല്ലെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, 1996 2004 2008 1900യും 2100യും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഈ 2 നമ്പേഴ്സും ലീപ്പ് ഇയർ അല്ലാത്ത ഇവർ രണ്ടുപേരും എന്താണ്, എൻഡിങ് വിത്ത് എന്താണ്, 00. ദാറ്റ് ഈസ് ദീസ് 2 നമ്പേഴ്സ് ആർ ഡിവിസിബിൾ ബൈ 100. ഇവർ രണ്ടുപേരും എന്താണ്, ഡിവിസിബിൾ ബൈ 100 ആണ്. അതായത് മോഡ് 100 ചെയ്യുമ്പോഴേക്കും നമുക്ക് റിമൈൻഡർ ഒന്നും വരില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ വൺസ് നമ്മുടെ ഒരു ഇയർ പിക്ക് ചെയ്യുമ്പോഴേക്കും ഇഫ് ഇറ്റ് ഈസ് ഡിവൈഡഡ് ബൈ 4 ആണെങ്കിൽ അത് എന്താകാൻ പാടില്ല,
ദാറ്റ് നമ്പർ വോണ്ട് ബി ഡിവിസിബിൾ ബൈ 100. ആ നമ്പർ എന്ത് വെച്ച് ഡിവിസിബിൾ ആകാൻ പാടില്ല, ആ ഇയർ എന്ത് വെച്ച് ഡിവിസിബിൾ ആകാൻ പാടില്ല, 100 വെച്ച് ഡിവിസിബിൾ ആകാൻ പാടില്ല. നോക്കിക്കേ, 1996 എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിവിസിബിൾ ബൈ 4 കറക്റ്റാണ്. ഈ നമ്പറിനെ നമുക്ക് മോഡ് 4 ചെയ്യുമ്പം നമുക്ക് റിമൈൻഡർ ഒന്നും വരില്ല, ഈക്വൽ ടു 0 വരും. നമ്മളിതിനെ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം, മോഡ് 100 ചെയ്ത് നോക്കാം. മോഡ് 100 എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ്സ് നോട്ട് ഈക്വൽ ടു 0, ദാറ്റ് ഈസ് ഇറ്റ് ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ എന്താണ് 100 അല്ലേ. നെക്സ്റ്റ് 2004 നോക്കാം. മോഡ് 4 എന്ന് പറഞ്ഞാൽ എന്താണ്, 2004 ഇസ് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 4. പക്ഷേ ഇതെന്താണ്, ഇറ്റ്സ് നോട്ട് ഡിവിസിബിൾ ബൈ വാട്ട് 100 അല്ലേ. അപ്പം ഇറ്റ്സ് നോട്ട് ഈക്വൽ ടു 0, ദാറ്റ് ഈസ് 2004 ഇസ് നോട്ട് ഡിവിസിബിൾ ബൈ 100. സോ ഇതെന്താണ്, ഒരു ലീപ്പ് ഇയർ ആണ്. അതേപോലെ തന്നെ 2008 നോക്കാം. നമുക്ക് ഡിവിസിബിലിറ്റി ബൈ 4 നോക്കാം. മോഡ് 4 ചെയ്യുമ്പോഴേക്കും നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്, 0 കിട്ടും. നമ്മൾ 2008നെ മോഡ് 100 ചെയ്യുമ്പോഴേക്കും നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്, ഈക്വൽ ടു 0 ആണ്. അല്ല, ഇറ്റ്സ് നോട്ട് ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ കൺക്ലൂഡ് ചെയ്യാൻ പറ്റും, ഒരു ഇയർ ലീപ്പ് ഇയർ ആണെങ്കിൽ നമുക്ക് ഷുവറായിട്ട് നമുക്ക് പറയാൻ പറ്റും എന്തുകൊണ്ടുള്ള ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്തുകൊണ്ട് 400 വെച്ചുള്ള ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യുവാണെങ്കിൽ അവിടെ നമുക്ക് റിമൈൻഡർ 0 കിട്ടുവാണെങ്കിൽ ഡെഫിനറ്റായിട്ടും അതെന്തായിരിക്കും, ഒരു ലീപ്പ് ഇയർ ആയിരിക്കും. ഓക്കെ, സോ ഇനി നമ്മൾ എടുക്കുന്ന നമ്പർ ഇഫ് ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 4 ആണെങ്കിൽ എന്താകാൻ പാടില്ല, ഇയറിനെ നമ്മൾ മോഡ് 100 ചെയ്യുമ്പോഴേക്കും ഇറ്റ് വോണ്ട് ബി ഈക്വൽ ടു 0 ആകാൻ പാടില്ല. ഓക്കെ, അതായത് 100 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റരുത്, പക്ഷേ 4 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സും എന്ന് തന്നെയാണ്, ലീപ്പ് ഇയേഴ്സ് ആണ്. സോ ഈ ഒരു കണ്ടീഷൻ മീറ്റ് ചെയ്യുവാണെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ ലീപ്പ് ഇയർ. ഇതിനെ നമുക്ക് എങ്ങനെ വിളിക്കാം, ലീപ്പ് ഇയർ എന്ന് വിളിക്കാം. അപ്പം ഈ ഒരു കണ്ടീഷനും വേണം, ഈ ഒരു കണ്ടീഷനും വേണം. ഇതിനെ നമ്മൾ കണ്ടീഷൻ 1 എന്ന് വിളിച്ചു, ഇതിനെ നമ്മൾ കണ്ടീഷൻ 2 എന്ന് വിളിച്ചു. അങ്ങനെയാണെങ്കിൽ മസ്റ്റായിട്ടും ഈ ഒരു രീതിയിലായിരിക്കണം 4ൻ്റെ ഡിവിസിബിലിറ്റി ഒബേ ചെയ്യുവാണെങ്കിൽ 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴേക്ക് റിമൈൻഡേഴ്സ് ഉണ്ടാവുന്നില്ലെങ്കിൽ ഡെഫിനറ്റായിട്ടും 100 വെച്ച് റിമൈൻഡർ ഉണ്ടാവണം. അതായത് മോഡ് 100 വോണ്ട് ബി ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ ഇവരെ തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് ഇതൊരു മസ്റ്റ് കണ്ടീഷനാണ്. ഇവരെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ആൻഡ് യൂസ് ചെയ്യാം. അപ്പോൾ ഒന്നെങ്കിൽ ഈ ഒരു ഓപ്ഷൻ, അല്ല എങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഈ ഒരു കണ്ടീഷൻ. അപ്പോൾ ഒന്നെങ്കിൽ ഇവർ രണ്ടുപേരിൽ ആരെങ്കിലും കറക്റ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഈ ഒരു ഗിവൺ ഇയർ ലീപ്പ് ഇയർ ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇവരെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ്, ഒന്നെങ്കിൽ ഇങ്ങനെ ആയിരുന്നാൽ മതി, അല്ലെങ്കിൽ എന്താണ് ഈ രണ്ടാമത്തെ കണ്ടീഷൻ ഒബേ ചെയ്താൽ മതി. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ വന്നാൽ മതി, ആ ഇയറിനെ നമ്മൾ എന്തെങ്കിലും കൺസിഡർ ചെയ്യും, ലീപ്പ് ഇയർ ആയിട്ട് എടുക്കും. സോ ഇവരെ തമ്മിൽ നമ്മളങ്ങനെ കണക്ട് ചെയ്യും, ഓർ വെച്ച് കണക്ട് ചെയ്യും. ബിക്കോസ് എയ്തർ ദ ഫസ്റ്റ് കണ്ടീഷൻ ഓർ ദ സെക്കൻഡ് കണ്ടീഷൻ മസ്റ്റ് ബി ഒബൈഡ്. അല്ലെങ്കിൽ ഒന്നാമത്തെ കണ്ടീഷനോ അല്ലെങ്കിൽ രണ്ടാമത്തെ കണ്ടീഷനോ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇയർ ലീപ്പ് ഇയർ ആണെന്ന് പറയാം. കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിനെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഈ ഒരു സെക്ഷനെ നമ്മൾ എന്താക്കാൻ പോവാണ്, പ്രോഗ്രാമാക്കി മാറ്റാൻ പോവാണ്. ഓക്കെ, സോ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്, റൈറ്റ് എ പ്രോഗ്രാം ടു ചെക്ക് വെദർ ദ ഗിവൺ ഇയർ ഈസ് എ ലീപ്പ് ഇയർ ഓർ നോട്ട്. ഓക്കെ, ഗിവൺ ഇയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ, ഇയർ വന്നിട്ടില്ല. ഇയർ ആരാണ് തരേണ്ടത്, യൂസറാണ് തരേണ്ടത്. അപ്പോൾ യൂസറിനോട് നമുക്ക് പറയാം ഇയർ തരാൻ വേണ്ടിയിട്ട്. സോ ഇൻപുട്ടിൽ നമ്മൾ പറയുന്നു എൻ്റർ ദ ഇയർ എൻ്റർ ചെയ്യാൻ പറയുന്നു. ഓക്കെ, എൻ്റർ ദ ഇയർ, കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇയറിനെ ഞാനൊരു ഇൻറ്റീജർ വാല്യൂ ആയിട്ടാണ് റിസീവ് ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ അതിനെ എന്ത് ചെയ്തു, ഇൻറ്റീജറായിട്ട് കൺവേർട്ട് ചെയ്തു. എന്നിട്ട് ഞാൻ അതിനൊരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു. ഞാൻ വൈ എന്ന് വിളിച്ചു, ഇയർ എന്ന് വിളിക്കാം, ഇഷ്ടമുള്ള വേരിയബിൾ വിളിക്കാം. ഞാൻ ഒരു സ്മോൾ കേസ് വൈ ആണ് ഇയറിന് വേണ്ടിയിട്ട് കൊടുത്തത്. ഓക്കെ, ഇനി നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇയർ കിട്ടിക്കഴിഞ്ഞാൽ വി ക്യാൻ ചെക്ക് ഇറ്റ് വെദർ ഇറ്റ് ഇസ് എ ലീപ്പ് ഇയർ ഓർ നോട്ട്. അതിലിരിക്കുന്ന ഇയറിലിരിക്കുന്ന വാല്യൂ ഒരു ലീപ്പ് ഇയറിൻ്റെ കണ്ടീഷൻ ഒബേ ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യണം, ഒന്നെങ്കിൽ ഈ കണ്ടീഷൻ മീറ്റ് ചെയ്യുമെന്ന് നോക്കണം, അല്ലെങ്കിൽ ഈ രണ്ടാമത്തെ കണ്ടീഷൻ മീറ്റ് ചെയ്യുമെന്ന് നോക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടീഷനായിട്ട് എങ്ങനെ എഴുതാം, ആദ്യം നമുക്ക് ചെക്ക് ചെയ്യാം എന്താണ് ഇയർ, നമ്മുടെ കയ്യിലുള്ള വാല്യൂ എവിടെയുള്ളത്, വൈ അല്ലേ. ബ്രാക്കറ്റ് ഇടാതെ തന്നെ ശീലിച്ചോ, കാര്യം ഞാൻ സി എടുക്കുന്നതുകൊണ്ടാണ് ബ്രാക്കറ്റ് ഇട്ട് പോകുന്നത്. വൈ എന്താണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്, ഇയറിനെ വൈ മോഡ് 400 എന്താണോ നോക്കണം, ഈക്വൽ ടു 0 ആണെന്ന് ചെക്ക് ചെയ്യണം അല്ലേ. വൈ മോഡ് 400 ഈക്വൽ ടു 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, 400 വെച്ച് ഡിവിസിബിൾ ആണെങ്കിൽ ഉറപ്പായിട്ടും അത് ലീപ്പ് ഇയർ ആയിരിക്കും. അല്ല എങ്കിൽ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓർ കൊടുക്കാം. ഇവിടെ ഓറിൽ നമ്മൾ പറയുന്നത് എന്താണ്, നമുക്ക് ആരെയൊക്കെയാണ് ചെക്ക് ചെയ്യേണ്ടത്, രണ്ട് കണ്ടീഷൻസ് വരുന്നുണ്ട്. എന്തൊക്കെ കണ്ടീഷൻസാണ് ചെക്ക് ചെയ്യാനുള്ളത്, ഇയർ മോഡ് 4 എന്തായിരിക്കണം, ഈക്വൽ ടു 0 ആയിരിക്കണം. അതേപോലെ തന്നെ എന്താണ്, ആൻഡ് ആണ് കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോറി, ഇവിടെ ഇയറിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്ത വേരിയബിളിൻ്റെ പേരെന്തായിരുന്നു, വൈ എന്നാണ് വിളിച്ചത്. സോ വൈ മോഡ് 4 ഷുഡ് ബി ഈക്വൽ ടു 0 ആൻഡ് പിന്നെ പറയുന്നത് എന്താണ്, വൈ മോഡ് 100 0 ആകാൻ പാടുണ്ടോ, സോ 0 ആകാൻ പാടില്ല.
നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് ആസ് വാട്ട്, നമുക്കിതിനെ എങ്ങനെ വിളിക്കാം, ഗിവൺ ഇയറിനെ ലീപ്പ് ഇയർ എന്ന് വിളിക്കാം. ഓക്കെ, വേണമെങ്കിൽ ഇതിനെ പാരന്തസൈസ് ചെയ്തു, ഞാൻ ഇത്രയും സെഷൻ ഇങ്ങനെ എഴുതുവാണ്, ഇത്രയും സെഷൻ ഇങ്ങനെ കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കണ്ടീഷൻ എങ്കിൽ, ഈ കണ്ടീഷൻ ഒബേ ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇതാണ് നമ്മുടെ സ്റ്റാറ്റസ് എങ്കിൽ നമുക്ക് എന്ത് പറയാം, പ്രിൻറ്റ് എന്താണ് കൊടുക്കാം, ഗിവൺ ഇയർ ഈസ് ലീപ്പ് ഇയർ. എന്ത് കൊടുക്കാം, ഗിവൺ ഇയർ ഈസ് ലീപ്പ് ഇയർ, ഗിവൺ ഇയർ ഈസ് ലീപ്പ് ഇയർ എന്ന് പറയാം. ഓക്കെ, അല്ല എങ്കിൽ എന്ത് പറയണം, ഇതിന് ഞാൻ കണ്ടീഷൻ ഇവിടെ ഇഫിന് അറിയാമല്ലോ, ഒരു കോളൻ കൊടുക്കണം. അല്ല എങ്കിൽ നമുക്ക് എന്ത് പറയാം, എൽസിൽ നമ്മൾ എന്ത് പറയുന്നു, ഗിവൺ ഇയർ ഈസ് നോട്ട് ലീപ്പ് ഇയർ, പ്രിൻറ്റ് given year is not a leap year. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്രോഗ്രാം. അപ്പോൾ ഈ കണ്ടീഷൻ നോക്ക്, ഇവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് ഞാനത് വേണമെങ്കിൽ ഒരുമിച്ച് ഇങ്ങനെ എഴുതാം. നമ്മുടെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇഫിൽ വി വോണ്ട് ടു ചെക്ക് വാട്ട് എന്താണ്, y mod 400 ഈക്വൽ ടു 0 ആണെങ്കിൽ ഡെഫിനറ്റായിട്ടും അതെന്താണ്, ഒരു ലീപ്പ് ഇയർ ആണ്. ഞാൻ എൻക്ലോസ് ചെയ്ത് കാണിക്കുന്നതേ ഉള്ളേ. അല്ല എങ്കിൽ നമുക്ക് എന്തായിരിക്കും, 2 സെക്ഷൻസ് നമുക്ക് വർക്കൗട്ട് ചെയ്യണം. എന്തൊക്കെയാണ് ഉള്ളത്, y mod 4 ഈക്വൽ ടു 0 ആയിരിക്കണം, 4 വെച്ച് ഡിവിസിബിൾ ആയിരിക്കണം. പിന്നെന്ന് പറഞ്ഞാൽ എന്താണ്, 4 വെച്ച് ഡിവിസിബിൾ ആയാൽ മാത്രമല്ല നമുക്ക് എന്ത് ചെയ്യണം, 100 വെച്ച് അല്ലെങ്കിൽ 100 വെച്ചുള്ള ഡിവിസിബിലിറ്റി ഉണ്ടാവാനും പാടില്ല. നോക്കിക്കേ, 100 വെച്ചുള്ള ഡിവിസിബിലിറ്റി ഉണ്ടെങ്കിൽ ആ നമ്പർ എന്തായി പോവും, ഒരു നോട്ട് ലീപ്പ് ഇയറിൻ്റെ കാറ്റഗറി ആയിപ്പോൾ അല്ലേ. 1900 2100 ഒക്കെ എന്താണ്, നോട്ട് ലീപ്പ് ഇയർ ആണ്. അപ്പോൾ എന്ത് ചെയ്യണം, ആൻഡ് y mod 100 എന്തായിരിക്കണം, നോട്ട് ഈക്വൽ ടു 0 ആകണം. ഓക്കെ, ഈ 2 കണ്ടീഷൻസും മീറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഗിവൺ ഇയർ എന്താണെന്ന് പറയാം, ലീപ്പ് ഇയർ എന്ന് പറയാം. അപ്പോൾ എന്ത് ചെയ്തു, പ്രിൻറ്റ് എന്ത് കൊടുത്തു, ലീപ്പ് ഇയർ. ഓക്കെ, അല്ല എങ്കിൽ എന്ത് പറയും, എൽസിൽ നമ്മൾ പറയും എന്ത് പറയും, പ്രിൻറ്റ് നോട്ട് ലീപ്പ് ഇയർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പ്രോഗ്രാം, സിമ്പിളാണ്. ആ കണ്ടീഷൻ പഠിച്ചു വെച്ചേക്കുക. ഇയറിനെ 400 വെച്ച് ഡിവിസിബിൾ ആണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും അത് ലീപ്പ് ഇയർ ആണ്. ഇനി 4 വെച്ച് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ, അല്ല എങ്കിലാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്, രണ്ടാമത്തെ കണ്ടീഷനിലേക്ക് പോകുന്നത്. അതിന് വിളിക്കുന്ന പേരെന്താണ്, ഓറാണ് കണക്ടർ. ഒന്നെങ്കിൽ നമ്പർ 4 വെച്ച് ഡിവിസിബിൾ ആവണം, 4 വെച്ച് ഡിവിസിബിൾ ആണെങ്കിൽ ആ നമ്പർ 100 വെച്ച് ഡിവിസിബിൾ ആകരുത്. ഓക്കെ, അപ്പോൾ ഈ കണ്ടീഷൻ രണ്ടും മീറ്റ് ചെയ്യുവാണെങ്കിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ, അല്ലെങ്കിൽ സേ 400ൻ്റെ ഡിവിസിബിലിറ്റിയോ എന്നിട്ട് 4ൻ്റെയും നോട്ട് 100ൻ്റെയും ഡിവിസിബിലിറ്റി കണ്ടീഷൻസ് മീറ്റ് ചെയ്യുവാണെങ്കിൽ ഇതിൽ ഏത് സാറ്റിസ്ഫൈ ചെയ്യുന്നു അതനുസരിച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും, ഗിവൺ ഇയർ ഈസ് എ ലീപ്പ് ഇയർ എന്ന് നമുക്ക് പറയാൻ പറ്റും.